ഇന്നത്തെ വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഇസ്തിറായിൽ പോയതൊക്കെയാണ് കേട്ടോ ഗായ്സ്. അപ്പൊ ഗായ്സ് അറിയില്ലല്ലോ, ഈ കുട്ടിനൊക്കെ അറിയാം. ഈ കുട്ടിനൊക്കെ ഗായ്സ് നിങ്ങൾ അറിയെങ്കിൽ ഈ കുട്ടിനെ അറിയണമെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യണം. കംപ്ലൈന്റോ കമന്റ് ചെയ്യണം. ഞങ്ങളെ ദുബായ് പോയില്ലേ കുറച്ച് വീഡിയോസ് കണ്ടാൽ മതി. ഓളെ പേര് ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കും. ഓളെ പിന്നെ മറ്റേ വേറൊരു ഫ്രണ്ട് അപ്പൊ ഗായ്സ് ഞങ്ങൾ ഇപ്പോ ഒരു ഇസ്തിറാന്റെ സ്ഥലത്തിലത്തെ ഒരു ടൂറാണ്. അപ്പൊ നമുക്ക് വലിയവർക്കുള്ള സ്വിമ്മിംഗ് പൂളാണിത്. അവിടെ ഞാൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നെസ്മിൻ്റെ എന്നെ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. നെസ്മി നമ്മൾ ഐഷു ആണ് കേട്ടോ, ഞാൻ വീഡിയോയിൽ കാണിച്ചു നിൽക്കണു. പിന്നെ ഞങ്ങളിപ്പോൾ നമ്മളെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഡോറ് ഗ്ലാസ് ഡോറാണ്. പിന്നെ എന്താ വരുമ്പോൾ തന്നെ നമ്മളെ സോഫയൊക്കെ കാണാൻ പറ്റും. ഇതവിടെ റീസാക്കുണ്ട്, പിന്നെ എല്ലാവരും ഉണ്ട്. പിന്നെ ഗായ്സ് ഇവിടെ നമ്മളൊക്കെ സോഫയാണ്. പിന്നെ അവിടെ ഡൈനിങ് ടേബിളുണ്ട്. അവിടെ നമ്മളൊരു റൂം പോലെയാണ്. ഇവിടെ ഐഷ്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഐഷ്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊരു ബെറ്റാണ്. അപ്പോൾ ഞാൻ ഡാൻസ് കളിക്കണം. യോ 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 ഗൈസ് ഞാൻ ഡാൻസ് കളിക്കാൻ കുറച്ച് അപ്പോൾ ഗായ്സ് അപ്പം ഞാൻ കാണിച്ചു തരാണ്. അപ്പോൾ അവിടെ കിച്ചണാണ് കേട്ടോ ഗായ്സ്. നമ്മളെ കിച്ചൺ എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കിച്ചണിൽ നമുക്ക് സ്റ്റൗ ഉണ്ടായിരുന്നു, പിന്നെ ഓവൻ, പിന്നെ ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു, ക്യാബിൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഹാപ്പി എന്ന് എഴുതിയിരിക്കണു അതിന്. നല്ല മണായിരുന്നു, നല്ല ചീത്ത മണായിരുന്നു അതിൻ്റെ ഉള്ളിൽ അല്ലേ. പിന്നെ ഐഷു ഉണ്ടല്ലോ, ഐഷു കൊറേ നേരം ഫ്രിഡ്ജിൽ എടുത്തെടുത്ത് മൊത്തം കഴിപ്പിക്കും. അപ്പോൾ പറഞ്ഞ പോലെ ഇത് നമ്മളെ റൂം തന്നെ ഓഫ് കോഴ്സ്. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ നമ്മളെ വിൻഡോസിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. നേരത്തെ സ്വിമ്മിംഗ് പൂളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഗായ്സ് പിന്നെ നമുക്ക് ഇനി അടുത്ത ഇവിടെ വാഷ്റൂം ഓഫ് കോഴ്സ്. പിന്നെ നമ്മളിവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ വരുമ്പോൾ അവിടെ നമുക്കൊരു സോഫ ഉണ്ട് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് അവിടെ വേറൊരു ഹാളുണ്ട് ഇതേപോലെ സോഫയൊക്കെ ഇട്ടിട്ട്. പക്ഷെ ഇവിടെ നമ്മളെ ഡൈനിങ് ടേബിൾ അല്ല, അവിടെ വേറൊരു ടൈപ്പ് ടേബിളാണ്. ഇവിടെ എ സി ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ടേബിൾ ഉണ്ട്, പിന്നെ സോഫ ഒക്കെ ഉണ്ട് ഓഫ് കോഴ്സ്. ഞങ്ങളിവിടെ കുറേ കളിച്ചിരുന്നു കേട്ടോ. പിന്നെ ആ ഡോർ കൂടെ നമുക്ക് പുറത്ത് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 ഡോറുണ്ട് പുറത്ത് പോകാൻ. ഈ ഡോറിൽ കൂടിയും പോവാം, നമുക്ക് ഉള്ള മറ്റേ ഡോറിൽ കൂടിയും പോകട്ടോ ഗായ്സ്. ഈ ഒന്നും പറയാനില്ലല്ലോ, പറ നമ്മളെ സ്റ്റാർ പറടാ ഒന്നും പറയണ്ട എനിക്ക് ഗായ്സ്. നമ്മള് സ്റ്റാർക്ക് ഒന്നും പറയണ്ട. പിന്നെ ഗായ്സ് നമുക്കിവിടെ കുറച്ച് ലൈക്ക് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇത് ഏത് പ്ലാന്റ് ആണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ സോഫ ഓഫ് കോഴ്സ് 2 സോഫാസ് ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു. അയ്യേ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടായിരുന്നു. ഐഷ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഐഷ നമുക്ക് സ്വിമ്മിങ് പൂൾ. പിന്നെ ഗായ്സ് ഐഷ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മളെ കുട്ടികളെ സ്വിമ്മിംഗ് പൂൾ. ഇതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പം മറക്കുന്നാലും പറഞ്ഞിങ്ങനെ. അപ്പോൾ ഐഷ ഞാൻ പറഞ്ഞു നമുക്ക്, അപ്പം ഐഷ ഞാനൊക്കെ പറഞ്ഞു നമുക്ക് അതിൽ ഇറങ്ങാനെന്ന് പറഞ്ഞിട്ട് നമ്മളെ വെള്ളമല്ലാതെ സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മ് ചെയ്യായിരുന്നു കേട്ടോ ഗായ്സ്. നമ്മൾ ഈ സ്ലൈഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ സ്വിമ്മ് ചെയ്യുന്നു. പിന്നെ കണ്ണിലിടാറ് അതുകൊണ്ട് ഞാൻ താഴത്ത് പോയിട്ട് നല്ല പിന്നെ യൂട്ടൻസിൽസ്, പിന്നെ നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന സാധനമല്ലേ, ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ സ്വിമ്മിംഗ് പൂൾ. നിങ്ങൾക്ക് ഈ സ്വിമ്മിംഗ് പൂളിൽ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ അപ്പോൾ പറഞ്ഞാലോ, ഞങ്ങളെ കുട്ടികളുടെ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നമ്മളെ ഇസ്തിറാൻ്റെ റൂമൊക്കെ മാറി ഞങ്ങൾക്ക് മാറി. ഞാൻ നമ്മളെ ഇടവഴി കൂടെ വഴി ഫുട്പാത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ സ്റ്റൈലിഷ അപ്പം ഞാനിവിടെ. പിന്നെ നമ്മൾ നേരത്തെ കാണാനുള്ള വാഷ്റൂം, പിന്നെ നമ്മളെ കിച്ചൺ, അത് ഞങ്ങൾ ജമ്മിപ്പോയി കുറച്ച്. പക്ഷേ ഞാൻ കിച്ചൺ ഇവിടെ കണ്ടിരുന്നില്ല. കിച്ചൺ
പിന്നെ നമ്മളെ റെഫ്രിജറേറ്റർ ഒക്കെ ഉണ്ട് അതിൽ. പിന്നെ ഇവിടെ അങ്ങനെ സെപ്പറേറ്റ് ആയിരുന്നു, നമ്മൾ കഞ്ഞിൻ്റെ പോലെ ഇല്ല. ഇവിടെ നമുക്ക് ഫുഡ് ഇവിടെ നമ്മളെ ഡൈനിങ് ടേബിൾ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു വലിയ ഡൈനിങ് ടേബിളും പിന്നെ 3-4 ചെയർസ് അവിടെ ഇൻക്ലൂഡഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മളെ വേറെ റൂം, നമ്മൾ അന്ന് അവിടെ കാണിച്ച പോലത്തെ ടേബിൾ ഇവിടെ ഉണ്ടാവും. പിന്നെ ഇവിടെ TV ഉണ്ടായിരുന്നു. ഇവിടെ മൊത്തം ഗ്രീൻ കളർ സോഫാസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നമ്മളെ കർട്ടൻ കൂടെ നമ്മൾ പുറത്ത് കാണാൻ പറ്റും. ഇതാ ഞാനും ഇസാനും പിന്നെ ഞാനൊക്കെ സ്വിങ്ങിയാണ്. ഇതവിടെ നമ്മളെ സോഫത്തെ കവറൊക്കെ നമ്മൾ ഊരിട്ടീന്ന് കേട്ടോ. അവിടെ ട്രാമ്പലീൻ ഉണ്ട്, അവിടെ ട്രാമ്പലീൻ ഉണ്ടായിരുന്നില്ല. ഐസാൻ അവിടെ ലൈറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഗായ്സ്. പിന്നെ ഇതാ ജഹാൻ ഇതാ അവിടെ സ്വിം ചെയ്യുന്നു. പിന്നെ ഇതാണ് നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന ഗ്യാസ് സ്റ്റൗ, നമ്മള് പുറത്തത്തെ ഇതവിടെ നമ്മളെ തീ കത്തിച്ചോണ്ടിരിക്കുന്നുണ്ടോ ഗായ്സ്. എന്നിട്ട് നമ്മളെ പൈമ്പൂരി ഉണ്ടാക്കിന്ന് ഞാനുണ്ടല്ലോ പച്ചടത്തിന് പോവാന്ന് പപ്പനു. അപ്പൊ പപ്പനോട് കൂട്ടിക്ക് വന്നിട്ട് അപ്പൊ എങ്ങോട്ടാ പോന്ന് പറഞ്ഞു. അപ്പോള് വീട്ടിക്കല്ല പോളെ പപ്പനെ പഠിച്ചതാണ്. നമുക്ക് പൈമ്പുരി ഉണ്ടാക്കാനുള്ള ഗ്യാസ് അവിടെ കാണാം, നമ്മളെ പപ്പന അവിടെ കാണും. പിന്നെ അവിടെ നമുക്ക് കുറച്ച് സോഫകളുണ്ട്. അപ്പൊ നമ്മളവിടെ കണ്ടില്ലേ ഇതാണ് പപ്പ നമുക്ക് നമ്മളെ പൈമ്പുരി. പിന്നെ എന്താ നമ്മള് സ്വിമ്മിങ് എന്ന് പറയണേ, നമ്മളെ ഊഞ്ഞാലയില് ഊഞ്ഞാലാടായിരുന്നു അവിടെ. നേരത്തെ ഞാനുണ്ടല്ലോ സ്വിമ്മിംഗ് പൂൾ, ഞാൻ ഊഞ്ഞാലാണ് സ്വിമ്മിംഗ് പൂൾ ഊഞ്ഞാല പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പയമ്പൂരി ഉണ്ടാക്കുന്ന മുതൽ ഞങ്ങൾ സ്വിം ചെയ്യാൻ പോയ വരെ ഞങ്ങൾ പപ്പനോടും അമ്മാനോടൊക്കെ ചോദിച്ചിരിക്കുന്നു സ്വിമ്മിംഗ് പൂളിൽ പോട്ടെ. ഞങ്ങൾ കൊറേ നേരം സ്വിം ചെയ്തു. അല്ല എന്തായിരുന്നു അനായ അല്ല അമാന. എന്താ ഗൈസ്, അപ്പൊ നമ്മള് ഉള്ളിക്ക് കുനുക്കുനാന്ന് പറഞ്ഞ ഇപ്പൊ നമ്മളിവിടെ നമ്മളെ പാനില് നമ്മളെ എന്താണ് പയമ്പൂരി റെഡി ആയിട്ടില്ല അല്ലേ. ഇതാ ഗൈസ് ഉള്ളി ഇത് അമ്മച്ചി ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയില്ല പറടാ. അയ്യോ പറടാ പറ നമ്മള് ഇസാന്റെ കൂടെ കളിക്കുന്നു. പൊളിച്ചടിക്കല്ലേ അല്ലേ? പഴമ്പുരസുണ്ടോ? അയ്യേ കയ്യിട്ടിട്ട് മുക്കിട്ടില്ലേ? കഴിച്ചോ പഴമ്പുരി? അടിപൊളി സംസാരിക്കുന്നു. അങ്കിൾസിന്റെ പേരെന്താ? ഊഞ്ഞാലാടി കഴിഞ്ഞിട്ടോ ഓളൂഞ്ഞാലാടിയില്ലേ, പക്ഷെ അങ്ങനെ സ്വിമ്മിംഗ് പൂള് സ്വിം ചെയ്തു. ഭയങ്കര കോമഡി കോമഡി. ഇതെന്തുണ്ടാക്കണതാപ്പാ? ഇത് ബീഫ് പഴംപൊരി ബീഫ് ബീഫ് നല്ല ഉള്ളി ഇങ്ങനെ എണ്ണയിൽ വെളിച്ചെണ്ണ ഇട്ടിട്ട് ഉള്ളി ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയിലെടുക്കുക. ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി ആയിരിക്കണം, ചെറിയ ഉള്ളി കുനാന്നരിഞ്ഞ ഉള്ളി ആയിരിക്കണം. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ദമ്മായി വരുമ്പോൾ അതിന്റെ മുകളിലേക്ക് നല്ല വേവിച്ച് വെച്ച ബീഫ് ഇങ്ങോട്ട് ഇടുക.
അപ്പൊ വരുന്നൊരു സ്മെല്ലുണ്ട് സാറേ. ബീഫ് സൂപ്പറായിട്ട് വരുന്നു, സൂപ്പറായിട്ട് വെന്തിങ്ങനെ വരും. ബീഫില് പഴംപൊരി ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോ സൂപ്പറായി. കഴിച്ചില്ല? ബീഫില്ലാതെ പഴംപൊരി കഴിച്ച്? ബീഫില്ലാതെ എല്ലാരും ബീഫും പഴംപൊരി കഴിക്കണം പൊട്ട. ആര്? ഞാനോ? ഞാൻ പൊട്ടല്ല, ഞാൻ പൊട്ടത്തി. നല്ല രസമുണ്ടായിരുന്നു. നീ കഴിച്ചില്ല? സാധനം കഴിച്ചില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? പൊളിയായിരുന്നു. എത്ര കഴിച്ചു? എത്ര പഴംപൊരി കഴിച്ചു? ബഷീർ അങ്കിൾ കഴിക്കുന്നു. ബഷീർ അങ്കിൾ പൂരി കഴിക്കുന്നുണ്ട്. ഇതാ ഒരു ബഷീർ അങ്കിൾ ഇത്രയും സാധനം ബഷീർ അങ്കിൾ കഴിക്കണേ. കുറെ കഴിക്കണ്ടല്ലോ. എന്തിനാ ഞാൻ പറഞ്ഞത്? നമ്മളെ അമ്മാനന്റെ പേണ് കേട്ടോ, ബ്ലാക്ക് ടീഷർട്ട് ഇട്ടിട്ട്. ഐഷുവിന്റെ പേണ് യെല്ലോ ടീഷർട്ട് ഇട്ടിട്ടത്, വെള്ള ടീഷർട്ട് ഇട്ട് എന്റെ പേണ് അങ്ങനൊക്കെ അറിയണ്ടാവും. പിന്നെ വേറൊരു കളർ ടീഷർട്ട് ഇട്ട് മൂട് കാഴ്ചകളൊക്കെ പിന്നെ വളരെ രസം ഊതിയിട്ടില്ല. പിന്നെ ബ്ലാക്ക് ടീഷർട്ട് ഇപ്പൊ കാണുന്ന വെള്ള ടീഷർട്ട് അങ്കളും അറിയില്ല. ഈ അങ്ങളും കറിയാം, ഇങ്ങളും പപ്പ. പിന്നെ ടൗസർ ബ്ലൂവാ. പിന്നെ വേറെ അങ്കള് വന്നിരുന്നു, അബൂക്കർ അങ്കള്. എല്ലാരും ലാസ്റ്റിലാ വരുന്നത്. തല പൊക്കിയുടെ സ്വിമ്മിങ് കണ്ണടച്ചിട്ട് കുട്ടി. ആ കണ്ണടച്ചിട്ട് കുട്ടിയതാ. ഒരു പ്രാവശ്യം ഞാൻ ഇവിടുന്ന് ഞാൻ സ്വിമ്മിങ് ഇവിടുന്ന് നമ്മളെ കവറായിട്ടില്ല സ്ലൈഡിന്ന് പോയപ്പോ അമ്മാനെ ഞാൻ താഴ്ത്തപ്പോ പുള്ളി ചെയ്തിട്ടോ. അത് ഞാൻ ഓളെ പുള്ളി ചെയ്തേ. അപ്പൊ പുള്ളി വെള്ളത്തിനടിക്ക് പോയി. അയ്യേ, നിങ്ങൾ കുളിക്കണ നോക്കിക്കണം മച്ചി. ഞങ്ങള് കുളിക്കൊന്നുമല്ല, ഞങ്ങൾ കളിക്കുകയാണ്. ഞങ്ങള് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അവിടെ. പാട്ടില്ലല്ലോ. ഇങ്ങോട്ട് പോലെ കുളിക്കാറുള്ളപ്പോ എന്താ പറയാന്ന് മനസ്സിലായെങ്കിൽ കുറച്ചെങ്കിലും മനസ്സിലായെങ്കിൽ. പിന്നെ അപ്പൊ എല്ലാരും നല്ല ഉറക്കത്തിലായിരുന്നു. എല്ലാവരും അല്ല, ഞാനും സാറും നല്ല ഉറക്കത്തിലായിരുന്നു. അസ്രീം ഉറക്കത്തിലായിരുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് നിൽക്കാൻ കേട്ടോ. Bye bye.